ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് ഹോസ്പേറ്റിലെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ഹംപിയിലേക്ക് വിട്ടു. ഹംപി ട്രിപ്പിന്റെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഗേൾസ് ലോങ് സ്കേർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനും ഒട്ടും കുറച്ചില്ല. നമ്മൾ ആദ്യം പോയത് ക്വീൻസ് ബാത്ത് കാണാനായിരുന്നു. പേര് ക്വീൻസ് ബാത്ത് എന്നാണെങ്കിലും ഇത് ഇവിടുത്തെ റോയൽ ബാത്ത് ഹൗസ് ആയിരുന്നു. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ആർക്കിടെക്ചർ, പക്ഷെ ഉള്ളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി ഹംപി കാണാൻ പോയി. നിങ്ങളൊരു ഹിസ്റ്ററി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഒരു ഗൈഡിനെ ഹയർ ചെയ്ത് ഹംപി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് റൂയിൻസ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരേപോലെയാണ് തോന്നിയത്. അടുത്തത് ഫുഡ് ഹണ്ട് ആയിരുന്നു. നമ്മൾ പോയ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് കുറവായിരുന്നു. ഗൂഗിൾ റേറ്റിംഗ് നോക്കി എത്തിയ റെസ്റ്റോറന്റിലാണെങ്കിൽ കാലുകുത്താൻ സ്ഥലമില്ല. അതിന്റെ പുറത്തൊരു പാൻ ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പായതുകൊണ്ട് പാനെങ്കിൽ പാന്ന് വിചാരിച്ച് ലൈഫിൽ ആദ്യമായിട്ട് ഒരു മീഠാ പാൻ ട്രൈ ചെയ്തു. സംഭവം കൊള്ളായിരുന്നു. നട്ടുച്ചയ്ക്ക് ഹംപി എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഇന്നലെ സൺസെറ്റ് മിസ്സാക്കിയതുകൊണ്ട് ഇന്നത് എന്തായാലും കാണുന്നുള്ള വാശിയായിരുന്നു. അതിന് പറ്റിയ സ്ഥലം മാതങ്ക ഹിൽസ് ആണ്. ബൈക്ക് പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം നടക്കാനുണ്ട്. നടത്തം കഴിഞ്ഞൊരു അരമണിക്കൂർ വെലിഞ്ഞ് കയറണം മലയുടെ മേലെ. പാവാടി വലിച്ചേറ്റി ഒറ്റ നടത്തായിരുന്നു. മേലൊരു കുഞ്ഞി ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ പൂജ ഉണ്ടായിരുന്നു. വീരഭദ്രൻ അഥവാ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. മാതങ്ക ഹിൽസിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തുംഗഭദ്ര റിവറിനാൽ ചുറ്റപ്പെട്ട ഹംപിന്റെ ഒരു 360 വ്യൂ കാണാം. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. മേലെ കയറിയ വഴിയിലെ കൂടിയല്ല തിരിച്ചിറങ്ങേണ്ടത്. ഈ വഴി കുറച്ചുകൂടി ഡേഞ്ചറസും സ്ലിപ്പറി ആയിരുന്നു. മുന്നിൽ പോയ വണ്ടി ഇപ്പൊ വീഴും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന നവീനായിട്ടായിരുന്നു അവസാനം വഴുതി വീണത്. അത് കണ്ട് എന്റെ കൊലച്ചിരി അറിയാതെ പുറത്തു വന്നു. തിരിച്ച് ഹോസ്പേറ്റ് പോയി നല്ല പൊരിച്ച കോഴിയും ബന്നും കഴിച്ച് പൂക്കി ഹോസ്പേറ്റ് റോഡിലേക്ക് കൂടി കുറെ നേരം നടന്നു നേരെ റൂമിലേക്ക് വിട്ടു. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.